നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. An inspiring journey into the future. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ ഉന്നക്കുപ്പയിൽ കക്കൂസ് മാലിന്യം റോഡരികിലെ പൊതുക്കാനയിൽ തള്ളി സാമൂഹിക വിരുദ്ധരുടെ ക്രൂരത. മഴക്കാലം ആരംഭിച്ചതോടെ മഞ്ഞപ്പിത്തവും മറ്റ് പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായ സംഭവം വലിയ ആശങ്കയാണ് നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ മാറാടി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ ഉൾപ്പെടുന്ന ഉന്നക്കുപ്പയിലാണ് റോഡരികിലെ കാനയിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. ഇക്കഴിഞ്ഞ രാത്രി 3 സ്ഥലങ്ങളിലായാണ് കക്കൂസ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. മഴ ശക്തമായതോടെ കനത്ത ജാഗ്രതയാണ് മാറാടി പഞ്ചായത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനിടെയാണ് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. കാനയിലേക്ക് തള്ളിയ കക്കൂസ് മാലിന്യം കിലോമീറ്ററുകളോളം ഒഴുകി പ്രദേശവാസികളുടെ കിണറുകളിലും മറ്റും പതിച്ചിരിക്കുകയാണ്. 15 ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് കക്കൂസ് മാലിന്യം മുൻപും തള്ളിയിട്ടുണ്ട്. സമീപ പഞ്ചായത്തുകളായ ആവോലി, പായ്പ്ര എന്നിവിടങ്ങളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യവും നിലവിലുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് റോഡരികിലെ മാലിന്യങ്ങളെല്ലാം പഞ്ചായത്ത് ഇടപെട്ട് നീക്കം ചെയ്തിരുന്നു. മൂവാറ്റുപുഴ കോട്ടയം MC റോഡിന്റെ ഉന്നക്കുപ്പ ഭാഗത്താണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് 2 ആഴ്ച മുമ്പ് കക്കൂസ് മാലിന്യം നിക്ഷേപിച്ചു. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഓരോ പ്രാവശ്യവും ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നത്. കക്കൂസ് മാലിന്യം മാത്രമല്ല, നമ്മൾ ഓരോ 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടി കഴിയുമ്പോൾ MC റോഡിന്റെ സൈഡ് ക്ലീൻ ചെയ്താൽ പോലും ഈ ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് വീണ്ടും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശക്തമായ നടപടി എന്നുള്ള രീതിയിൽ നമ്മൾ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 10ഓളം ക്യാമറകൾ വെക്കാനായിട്ട് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. അതിന് ടെൻഡർ വിളിച്ചു, നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു 15 ദിവസത്തിനുള്ളിൽ അത് വെക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ആളൊഴിഞ്ഞ പ്രദേശമായതിനാലും കനത്ത മഴയും മാലിന്യം തള്ളാനെത്തിയവരെ കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥിതിയുണ്ടാക്കി. പഞ്ചായത്ത് മെമ്പർമാരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മാലിന്യം തള്ളിയവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. മാറാടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും എല്ലാം യോജിച്ചുകൊണ്ട് രാത്രി പെട്രോളിംഗ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം മുതൽ ആ പെട്രോളിംഗ് സംഘം ഈ രാത്രി കാലങ്ങളിൽ ഈ വഴികൾ നോക്കുകയും തീർച്ചയായിട്ടും 1-2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന് കാരണക്കാരായ ഈ മാലിന്യം നിക്ഷേപിക്കുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെ, ഈ ദ്രോഹികൾക്കെതിരെ നടപടി സ്വീകരിക്കും. അവർ ഞങ്ങളുടെ കണ്ണിൽ പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മെമ്പർ സൂചിപ്പിച്ചമാർ ഞങ്ങളുടെ കണ്ണിൽ പെട്ടാൽ പിന്നെ അതിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ പിന്നോക്കം പോവുകയുള്ളൂ. മാലിന്യം തള്ളിയ സ്ഥലങ്ങളിൽ ബ്ലീച്ചിംഗ് പൗഡർ അടക്കം വിതറി ശുചീകരണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രദേശവാസികളെ ഉൾപ്പെടുത്തി രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളാനെത്തുന്നവരെ പിടികൂടാനുള്ള സ്ക്വാഡ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസിനൊപ്പം. ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൻ ഓഫറുകൾ. ആറ്റ്ലസ് മൂവാറ്റുപുഴ.